ഈ നാട്ടിൽ എന്താ സാറേ, സൗന്ദര്യമുള്ളവനും അല്ലെങ്കിൽ പൈസ ഉള്ളവനും മാത്രം പെട്ടെന്ന് കിട്ടുന്ന നീതി, ലേശം നിറം കറുത്തു പോയവനും പാവപ്പെട്ടവനും വൈകി കിട്ടുന്ന നീതി. എന്തേ, ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഇത് സാധാരണക്കാരന്റെയും കൂടെ നാടാണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ മീഡിയ വളരെ കോലിളക്കം സൃഷ്ടിച്ച് മീഡിയ ആഘോഷമാക്കിയ ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു നടിയെ ഒരു വ്യവസായി മോശമായ ഒരു പദപ്രയോഗം നടത്തിയപ്പോൾ ഈ പറഞ്ഞ നടി ഉന്നതങ്ങളിലെ ഒരു പരാതിപ്പെടുകയും, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ നേരിട്ട് DGP ഓഫീസിലൊക്കെ പരാതിപ്പെട്ടപ്പോൾ അതിന്റെ നിയമ നടപടി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന്, അതായത് കേസ് കൊടുത്ത് നടി വീട്ടിലെത്തുന്നതിന് മുന്നേ ആക്ഷനായി. കേസ് കൊടുത്തിട്ട് വണ്ടി ഓടിച്ച് നടി വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ നിയമം ഉണർന്ന് പ്രവർത്തിച്ചു. നിയമവ്യവസ്ഥ എല്ലാം, അതായത് നമ്മുടെ പോലീസ് സേന ഒന്നടങ്കം എന്താ പറയാ ഓടി നടന്ന് പിടിക്കുകയായിരുന്നു ആളെ. എന്തേ, ബിന്ദു എന്ന് പറയുന്ന പാവ സ്ത്രീ ഒരു കറുത്തവളായതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ അവള് ജാതിയിൽ ലേശം കുറഞ്ഞവളായതാണോ നിങ്ങളുടെ പ്രശ്നം? എന്താണ്? അവര് സിനിമാ നടിയല്ല, സെലിബ്രിറ്റി അല്ല, കാണാൻ ലേശം സൗന്ദര്യം കുറവാണ്, ഇതൊക്കെയാണോ സാറേ നിങ്ങളുടെ പ്രശ്നം? അവര് സാധാരണക്കാരനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പരാതിയുമായിട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ എടുക്കുന്ന സമീപനം വളരെ ലജ്ജയാണ് സാർ. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ലജ്ജയും അതിലേറെ പുച്ഛവുമാണ് സാർ നിങ്ങളെ ഓർത്ത്. കാരണം അവരുടെ ഈ വിഷയം, അവരനുഭവിച്ച ദുരവസ്ഥ നടന്നിട്ട് നാളെ ഒത്തിരി ആവുന്നു. ഇപ്പോഴും അതിന്മേലൊരു ആക്ഷൻ എടുക്കാൻ വിമ്മിഷ്ടം കാണിച്ച സർക്കാരിനും അതുപോലെ തന്നെ വിമ്മിഷ്ടം കാണിച്ച ഇവിടുത്തെ പോലീസ് സേനയ്ക്കുമെതിരെ അവർ പിന്നെയും മീഡിയ വഴി രംഗത്ത് വന്നപ്പോൾ, മീഡിയ ഈ ന്യൂസ് നിരന്തരം കൊടുത്തപ്പോൾ, ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പോലീസുകാരെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പോലീസുകാരെ എൻക്വയറി പരമായിട്ട് അന്വേഷണം നടത്തുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അവർ അതിനു വേണ്ടി അലഞ്ഞ സമയം, അവർ അതിനു വേണ്ടി മുട്ടിയ വാതിലുകൾ, അവർ അതിനു വേണ്ടി കേൾക്കേണ്ടി വന്ന അധിക്ഷേപങ്ങൾ, അവർ അതിനു വേണ്ടി കേൾക്കേണ്ടി വന്ന എന്താ പറയുക മാറ്റി നിർത്തലുകൾ, ഇതെല്ലാം തന്നെ ഇവരൊരു സാധാരണക്കാരൻ ആയതുകൊണ്ടാണോ? അതോ ഇനി ഇവിടെ ഈ നാട്ടിലൊരു നിയമത്തില് നമുക്കൊരു അവകാശം നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും സമ്പന്നരാവണം, അല്ലെങ്കിൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും സെലിബ്രിറ്റി ആവണം എന്നാണോ നമ്മുടെ സിസ്റ്റം ഇവിടുത്തെ സാധാരണക്കാരനെ നോക്കി പറയുന്നത്? ഇങ്ങനെയാണോ സാധാരണക്കാരന്റെ സർക്കാർ പ്രവർത്തിക്കേണ്ടത്? എന്തേ, ബിന്ദു എന്ന് പറയുന്ന ആള് കേരളത്തിലെ ഒരു പ്രജയല്ലേ, അല്ലെങ്കിൽ നിങ്ങളൊരു വോട്ടർ അല്ലേ? നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ സർക്കാരിനെ തുടർ ഭരണത്തിൽ എത്തിച്ച ഒരാളിൽ പെടുന്ന ആളും കൂടിയാണ് ഈ പറയുന്ന ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയും. അവർക്കും വേണ്ടത് നീതിയാണ് സാർ. അവരെ കുടുംബം പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് അവർ അന്നുള്ള ദിവസ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഒരു അന്യര് അല്ലെങ്കിൽ മറ്റൊരാളുടെ കുടുംബത്തിൽ ചെന്ന് വേല ചെയ്യുന്ന സ്ത്രീ ആയതുകൊണ്ടാണോ അവർക്ക് ഈ ഒരു മാറ്റി നിർത്തൽ? അല്ലെങ്കിൽ അവർക്ക് കുറച്ച് എന്താ പറയുക രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തതാണോ അവർ ഈ നാട്ടിൽ ചെയ്ത തെറ്റ്? ഒരു കള്ള കേസ് അവരെ പേരിൽ എടുത്തിട്ട്, ഒരു സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഒരു കള്ള കേസ് അവരുടെ പേരിൽ എടുത്തിട്ട് ഇപ്പോഴും ആ കേസിനെ മാറ്റി, അല്ലെങ്കിൽ ആ കേസ് റദ്ദാക്കാൻ പറ്റാത്ത എന്ത് നിയമക്കുരുക്കാണ് നമ്മുടെ നാട്ടിൽ ഇതിനു മേലുള്ളത്? അതൊരു കള്ള കേസാണെന്ന് തെളിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ നിയമവ്യവസ്ഥ ഇപ്പോഴും മാറാതെ അവരെ ഇപ്പോഴും അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ഒരു സ്ത്രീയെ രാത്രികാലം മുഴുവൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന്, ശ്രദ്ധിക്കുക, ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഒരു സ്ത്രീയെ രാത്രി മുഴുവൻ സ്റ്റേഷനിൽ വെച്ച് മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ദാഹജലം കുടിക്കാൻ ഒരിറ്റ് വെള്ളം ചോദിച്ചപ്പോ ബാത്റൂമിൽ പോയി എടുത്ത് കുടിക്കുവാൻ പറഞ്ഞ ഇന്നാട്ടിലെ പോലീസിന്റെ ഹുങ്ക്, അവന്റെയൊക്കെ കയ്യിലിരിക്കുന്ന അധികാരത്തിന്റെ ധാർഷ്ട്യം സാധാരണക്കാരന്റെ മെക്കെട്ട് കയറുമ്പോൾ ഇവിടെ ഒരുത്തനും ചോദിക്കില്ലല്ലോ, ഇവിടെ ഒരുത്തനും മിണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇവര് നാളെ ഇത് പോയിട്ട് ആരോടും പറയില്ലല്ലോ എന്നുള്ള ഇവന്റെയൊക്കെ അഹങ്കാരം. ഇതെന്തിനാണ് സാർ സാധാരണക്കാരന്റെ മേലെ മെക്കെട്ട് കയറുന്നത്? ഇവിടെ സമ്പന്നന് മാത്രം സമാധാനത്തോടെ ജീവിച്ചാൽ മതിയോ? സാധാരണക്കാരന് ജീവിക്കണ്ടേ? ഇവിടെ ഒരുപാട് നിങ്ങളുടെ സർക്കാർ അല്ലെങ്കിൽ നിങ്ങൾ ഭരണത്തിലേറിയ നാള് തൊട്ട് നിങ്ങൾ പറയുന്നത് സാധാരണക്കാരന്റെ ഉന്നമനത്തിന് വേണ്ടി, സാധാരണക്കാരന്റെ സേഫ്റ്റിക്ക് വേണ്ടി, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ത് ഒലക്കേമേലാണ് ഈ ചെയ്യുന്നത് നിങ്ങൾ? എന്ത് ഒലക്കേമേലാണ് നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നത്? ഇവരെന്താ സാധാരണക്കാരനല്ലേ?
ഇവരെന്താ സാധാരണക്കാരല്ലേ? ഇവരെന്താ സ്ത്രീയല്ലേ? എന്താ ഇവർക്ക് വേണ്ടതും ഈ നടിക്ക് കിട്ടുന്ന ആ നടിക്ക് കിട്ടിയ അതേ പ്രിവിലേജും അതേ പരിഗണനയും ഈ പറയുന്ന സാധാരണയായ ബിന്ദു എന്ന് പറയുന്ന ചേച്ചിക്കും ഈ നാട്ടിൽ കിട്ടുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സാർ. ഈ പറയുന്ന ബിന്ദു എന്ന ചേച്ചിയും ആ പ്രമുഖ നടിയും ജീവിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇന്ത്യയിലെ എല്ലാ പൗരനുമുള്ള അതേ അധികാരം. ഇപ്പോ ഉയർന്നവന് മറ്റൊരു അധികാരം, താഴ്ന്നവന് മറ്റൊരു അധികാരം. ഇത് രാജഭരണമല്ല സാർ, ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായിട്ട് ചോദിക്കുവാനുള്ള അവകാശവും ഒരു തെറ്റ് കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ഏതൊരു മനുഷ്യനുമുണ്ട്. അത് ബിന്ദു ചേച്ചിക്കുമുണ്ട്, ഈ പറയുന്ന പ്രമുഖ നടിക്കുമുണ്ട്. അതുപോലെ അതിനുത്തരം അവർക്ക് വേണ്ട നീതിക്കുള്ള ഉത്തരം കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനുമുണ്ട്. കാലതാമസമാണ് സാർ പറയുന്നത്. ചിലപ്പോൾ ഇനി അങ്ങോട്ട് ഇത് പൊതുജനം ഏറ്റെടുക്കുമ്പോൾ, മാധ്യമം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉണർന്നേക്കാം. കാരണം ഇലക്ഷൻ ഇനി വിരൽ തുമ്പിലാണ്. ഇനി വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരിക്കും. ആ വാഗ്ദാന പെരുമഴയിൽ ഒരു പക്ഷേ ഈ ബിന്ദു ചേച്ചിക്കും അകലെയാണെങ്കിലും ഒരു നീതി കിട്ടിയേൽക്കാം. പക്ഷേ അതിന് കാത്തിരിക്കേണ്ടി വന്നത് സ്വന്തം മക്കളെ പോലും കള്ളക്കേസിൽ പെടുത്തുമെന്ന് ഒരു പോലീസ് ഏമാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ നാളിതുവരെ ഈ പോലീസുകാർ അന്വേഷിച്ചിട്ടുള്ള മുഴുവൻ കേസ് ഫയലുകളും ചെക്ക് ചെയ്യുക തന്നെ വേണം സാർ. എവർ ഫ്രെയിം ചെയ്തിട്ടുള്ള എത്ര കേസുകൾ നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം. കാരണം എത്രയോ നിരപരാധികൾ ഇവരുടെ പകയ്ക്ക് മുന്നിൽ ഇതുപോലെ ചിലപ്പോൾ പ്രതിയായി മാറിയിട്ടുണ്ടാവും. നമ്മുടെ നിയമവ്യവസ്ഥ, നമ്മുടെ വിശാലമായ ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി രേഖപ്പെട്ട നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ്. അങ്ങനെ ഒന്ന് നമ്മൾ അഭിമാനത്തോടെയാണ്, അതായത് നമ്മുടെ നിയമവ്യവസ്ഥയെ അഭിമാനത്തോടെ കാണുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇവർ ഈ പറഞ്ഞ പ്രതിയാക്കപ്പെടുന്ന ഈ പോലീസുകാർ നാളിതുവരെ അന്വേഷിച്ച് അവർ ഫ്രെയിം ചെയ്തിട്ടുള്ള കേസുകൾ ഇതിൽ എത്രയുണ്ടെന്ന് തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കണം. ഇതിൽ ചിലപ്പോൾ ഇവരുടെ പകയിൽ വെന്തു നീറിയ ഒരുപാട് നിരപരാധികൾ ഉണ്ടാവും സാർ. അപ്പോൾ ഇനിയെങ്കിലും ബിന്ദു ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ നിയമ നടപടി ഈ പോലീസുകാർക്കെതിരെ ഉണ്ടാവണം. ഇവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് ഇതിന്റെ അന്വേഷണ വിധേയമായിട്ട് എന്താണ് അവർ ചെയ്ത തെറ്റ്, അതിനുള്ള തെറ്റിനുള്ള ശിക്ഷ കൊടുക്കുക. സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന ഒരു ഘട്ടത്തിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാർ എത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾ സാധാരണക്കാരുടെ സർക്കാർ ആവത്തുള്ളൂ. അല്ലെങ്കിൽ പണത്തിന്റെയും ഹുങ്കിന്റെയും ധാർഷ്ട്യത്തിന്റെയും സർക്കാരായി മാറും. അപ്പോൾ ഇനി അടുത്തൊരു വിഷയവുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.